പുൽക്കൂട്ടിലേക്കുള്ള യാത്ര ആഘോഷങ്ങളുടെ ഒരു യാത്രയാണ്. അതൊരു ആത്മീയ യാത്രയാണ്. ഈ പുണ്യയാത്രയിൽ നമ്മെ വഴി നയിക്കുവാൻ നിരവധി അടയാളങ്ങളും സൂചകങ്ങളും നൽകപ്പെടുന്നുണ്ട്. ക്രിസ്മസ് കാലത്ത് സർവ്വസാധാരണമായി നാം കാണുന്ന നക്ഷത്രങ്ങളും ക്രിസ്മസ് കരോളുകളും സ്നേഹപൂർവ്വം നാം പങ്കുവെച്ച് നൽകുന്ന ക്രിസ്മസ് കേക്കുകളും ക്രിസ്മസ് കാർഡുകളും അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട പുൽക്കൂടും സാന്താക്ലോസും വർണ്ണാഭമായ ക്രിസ്മസ് ട്രീയുമെല്ലാം വളരെ വലിയ സന്ദേശമാണ് നമുക്ക് ക്രിസ്മസ് കാലത്ത് നൽകുന്നത്. ബാഹ്യമായ ആഘോഷങ്ങൾക്കപ്പുറം ആത്മീയമായ ഉണർവിലേക്ക് ഈ അടയാളങ്ങൾ നമ്മെ നയിക്കണമെന്ന സത്യം നമുക്ക് ഈ ക്രിസ്മസ് കാലത്ത് മറക്കാതിരിക്കാം. സങ്കീർത്തകൻ പറയുന്നു, അങ്ങയുടെ വചനങ്ങളുടെ ചുരുളഴിയുമ്പോൾ പ്രകാശം പരക്കുന്നു. ക്രിസ്തുനാഥനെ കുറിച്ചുള്ള പ്രവചനങ്ങളുടെ ചുരുളഴിഞ്ഞപ്പോൾ അവിടുന്ന് കാലിത്തൊഴുത്തിൽ പ്രകാശമായി ഉദിക്കുകയാണ്. ആ പ്രകാശത്തെ സൂചിപ്പിക്കുകയാണ് നക്ഷത്രങ്ങൾ. ദൈവം തന്റെ ദൈവത്വത്തെ മനുഷ്യ സ്വഭാവത്തിൽ പൊതിഞ്ഞ് ലോകത്തിന് നൽകി എന്നതിനെ സൂചിപ്പിക്കുകയാണ് ക്രിസ്മസ് സമ്മാനങ്ങൾ. തേനും പാലും ഒഴുകുന്ന നാട്ടിലേക്ക് ദൈവം നമ്മെ വീണ്ടും ആനയിക്കുമെന്നും ക്രിസ്തുനാഥൻ നമ്മെ കൂട്ടിക്കൊണ്ടുപോകുമെന്നും സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം തന്ന് നമ്മെ പരിപാലിക്കുമെന്നും സൂചിപ്പിക്കുകയാണ് ക്രിസ്മസ് കാലത്ത് നാം സ്നേഹപൂർവ്വം പങ്കുവെച്ച് നൽകുന്ന ക്രിസ്മസ് കേക്കുകൾ. കാൽവരിയിലെ കുരിശുമരത്താൽ പുനഃസ്ഥാപിക്കപ്പെട്ട ഏദൻ തോട്ടത്തിന് നടുവിലെ വൃക്ഷത്തെയാണ് ക്രിസ്മസ് ട്രീ അനുസ്മരിപ്പിക്കുന്നത്. ക്രിസ്മസ് കാലത്ത് വീടുകൾ തോറും കയറിയിറങ്ങി നാം അറിയിക്കുന്ന സന്തോഷത്തിന്റെ സദ്വാർത്ത അല്ലെങ്കിൽ ക്രിസ്മസ് കരോളുകൾ, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനം എന്ന് പാടിയ മാലാഖമാരെ പോലെ ആകുവാനുള്ള വലിയ വിളിയാണ് നമുക്ക് നൽകുന്നത്. ഇതുവരെയുള്ള എല്ലാ മൃഗബലികളും അവസാനിപ്പിച്ചുവെന്ന് സൂചിപ്പിച്ചുകൊണ്ട് മൃഗങ്ങൾക്കും കാലികൾക്കും ആശ്വാസമായി ക്രിസ്തുനാഥൻ കാലിത്തൊഴുത്തിൽ പിറക്കുകയാണ്. കുട്ടികളുടെ ഇഷ്ടപ്പെട്ട താരമാണ് ക്രിസ്മസ് കാലത്ത് സാന്താക്ലോസ്. 4-ാം നൂറ്റാണ്ടിൽ തുർക്കിയിൽ ജീവിച്ചിരുന്ന നിക്കോള സിന്തർക്ലാസ് എന്ന വിശുദ്ധനാണ് പിന്നീട് ഡച്ച് ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തിയപ്പോൾ സാന്താക്ലോസ് എന്നറിയപ്പെടുന്നത്. ഡിസംബർ 6-ാം തീയതി അദ്ദേഹത്തിന്റെ തിരുനാൾ തിരുസഭയിൽ ആഘോഷിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ക്രിസ്മസ് കാലത്ത് സാന്താക്ലോസും വളരെ പരിചിതമായ ഒരു വ്യക്തിയായി നമ്മുടെ ഇടയിൽ നിലകൊള്ളുന്നത്. കരുണാസമ്പന്നനും ഉദാരമതിയുമായ സാന്താക്ലോസ് നമ്മോട് ആവശ്യപ്പെടുന്നതും ക്രിസ്തുവിനെ പോലെ കരുണാമയനായിരിക്കുവാനാണ്. പ്രിയമുള്ളവരെ, ക്രിസ്മസ് കാലത്ത് നമുക്ക് നൽകപ്പെടുന്ന ഈ വ്യത്യസ്തങ്ങളായ അടയാളങ്ങൾ ബാഹ്യമായ ആഘോഷങ്ങൾക്കപ്പുറം ആത്മീയമായ ഉണർവിലേക്ക്, ആത്മീയമായ വളർച്ചയിലേക്ക് നമ്മെ നയിക്കണമെന്ന് ഈ ക്രിസ്മസ് കാലം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ അടയാളങ്ങളും സൂചകങ്ങളോടും കൂടെ ആഘോഷങ്ങൾക്കൊപ്പം ആത്മീയമായ നവീകരണത്തിനും നമുക്ക് സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ക്രിസ്മസിന്റെ എല്ലാ മംഗളങ്ങളും സ്നേഹപൂർവ്വം നേരുന്നു.